ഹായ് ഹായ് എരുടി. വെരി മോർണിംഗ് അല്ല, ന്യൂണായി. സാരില്ല. ചെറിയൊരാവശ്യത്തിന് കണ്ണൂർ വരെ പോയി. അപ്പോൾ ഇപ്പം പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് എന്തായി 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 എന്താവാൻ എന്താവണം എന്താവാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മേലാളന്മാരല്ലേ. പിന്നെ എൻ്റെ കേസിൻ്റെ കാര്യവും എൻ്റെ നീതിൻ്റെ കാര്യം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ എൻജിനീയറിംഗ് കോളേജിൽ ശ്രീലതക്ക് എന്താ റോളെന്ന് ചോദിച്ചാൽ എന്നെ ഫൈറ്റ് ചെയ്യുക. ഞാൻ പോരാളിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആരും അണ്ടറിലിരുന്നിട്ട് ഇതിനെന്നെ കിട്ടൂല. അതിൻ്റെ ഒന്നും സംസ്കൃതം ഞാൻ പറയുന്നില്ല. അതിനൊന്നും ശ്രീലതനെ കിട്ടൂല. ഞാൻ ആദ്യം പറയുന്നുണ്ടല്ലോ, ഒറ്റ തന്തക്ക് ജനിച്ചതാണ്, ശംഭു നമ്പൂതിരിയാണ് എൻ്റെ അച്ഛന്ന്. അതുകൊണ്ട് ഒരു മേലാളന്മാരെയും കാലം നക്കാനും അവരെ ശ്രമം പാടാനൊന്നും ശ്രീലതേനെ കിട്ടൂല. എൻ്റെ വളപ്പിൽ വാഴ വെച്ച് കുത്തിയ ഞാൻ ജീവിച്ചോളും. പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ നന്നായിട്ടും കുറച്ചധികം അറിയാം. കാരണം നീർക്കോലിനെ കണ്ടിട്ടൊന്നും പേടിക്കുന്നതല്ല എന്ന് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ അറിയുന്ന ഫ്രണ്ട്സിനോട് അത്രേ പറയാനുള്ളൂ. എൻജിനീയറിംഗ് കോളേജിൻ്റെ പ്രശസ്തി ലോകം അറിഞ്ഞു. കൂടുതൽ അറിയാനും ചില ഡിപ്പാർട്ട്മെൻറ്റിലും ചില ആണുങ്ങളതും ചില പെണ്ണുങ്ങളതും ചില അഴിമതിയും പല 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 കാര്യങ്ങൾ പുറത്തേക്ക് എനിക്ക് ഒരുപാട് വരാനുണ്ട്. ഈ മിനിയാന്നും കൂടി ഒരു വാഗ്ദാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫോണിൽ, വിത്ത് എവിഡൻസ് വെച്ചിട്ടുണ്ട്. അപ്പം എൻജിനീയറിംഗ് കോളേജിൻ്റെ പ്രശസ്തി വാനോളം എത്തി. ഇനി അതും കഴിഞ്ഞെത്താനുള്ള തീരുമാനത്തിലാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻജിനീയറിംഗ് കോളേജിൻ്റെ ഭാഗം അല്ലാത്തടത്തോളം കാലം എനിക്ക് എല്ലാ സത്യങ്ങളും വളരെ ഓപ്പണായിട്ട് വിളിച്ച് പറയാൻ എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും. അത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മേലധികാരികളല്ലേ, ഞാൻ അവിടുത്തെ ആരുമല്ല. പിന്നെ ഞാനൊരു പാർട്ടി ഓഫീസിലോ ഞാനൊരു സഹകരണ സ്ഥാപനത്തിലൊന്നും അല്ല ജോലി ചെയ്യുന്നത്. ഇവന്മാരെടുത്ത് വെളിയിലിടുമ്പം ഇവന്മാരെടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഞാനാണ് എൻജിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യേണ്ടത്. ഇപ്പോഴ് ഞാൻ പരീക്ഷ എഴുതി ത്രൂ പ്രോപ്പർ ചാനൽ വന്ന ജോലി എടുത്ത് വെളിയിലിടാനൊന്നും ഒരുത്തൻ്റെ തന്തക്കും തള്ളക്കും അധികാരമില്ല. ഒരുത്തന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒപ്പിടാൻ ഒരു മറ്റവനും അധികാരമില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ വന്നേ പറ്റൂ. അതിൻ്റെ ലാസ്റ്റാണ് DGPൻ്റെ പുനരന്വേഷണം. അതിൽ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും പ്രതിയാവരുതെന്നേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. ബഹുമാനപ്പെട്ട എൻക്വയറി ഉദ്യോഗസ്ഥന്മാർ അതിൽ നമ്മൾ കോടതി പോകുമ്പം അവരെ പേരും കൂടി ചേർക്കപ്പെടും. അതിൽ കുറച്ച് പ്രയാസമുണ്ട്. അല്ല, അവർ വസ്തുനിഷ്ഠമായിട്ടും നീതിയുക്തമായിട്ടും നിഷ്പക്ഷമായിട്ടും കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ അവർക്കും എളുപ്പം എനിക്കും എളുപ്പം. അല്ലെങ്കിൽ അവരെ പേരും കൂടി കോടതിയിൽ വരും. ആരാണോ നീതി നിഷേധം നടത്തുന്നത്, അതെത്ര ഉന്നതനായാലും, ഏത് പൊളിറ്റീഷ്യനായാലും, ഏത് സാധാരണക്കാരനായാലും, ആരാണോ നീതി നിഷേധം നടത്തുന്നത് അതിൻ്റെ അന്ത്യം കാണുന്നവരെ ഞാൻ പോകും. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതി പോയ ആളാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ഡോഗ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയതാ. കരുവള്ളൂർ പെരളം പഞ്ചായത്തിനെതിരെ വിജയിച്ച് ഓർഡറും കൊണ്ട് വന്നിട്ടാണ് ഭക്ഷണം കൊടുത്തത്. പട്ടിക്ക് ചോറ് കൊടുക്കാൻ ഹൈക്കോടതി പോയ ശ്രീലതക്ക് കുഞ്ഞു പട്ടികളൊന്നും ഒരു വിലയേ അല്ല. നല്ല ജർമ്മൻ ഷെപ്പേർഡിനെയും റോഡ് വീലറിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് പോയത്. നാടൻ പട്ടികൾക്ക് വേണ്ടിയിട്ട് പോകണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഹൈക്കോടതി പോവാനും ബഹുമാനപ്പെട്ട കോടതിൻ്റെ മുന്നിൽ ഈ ക്രിമിനൽസിനെ കൊണ്ടുവരാൻ അറിയാത്തത് കൊണ്ടല്ല, വിവരമില്ലാത്തത് കൊണ്ടല്ല, എനിക്കതാരും പറഞ്ഞു തരും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലെ നല്ല ഹൈബ്രിഡ് പട്ടികൾക്ക് വേണ്ടി ഹൈക്കോടതി പോയി. പഞ്ചായത്തുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പഞ്ചായത്ത് തോറ്റ് തുന്നമ്പാടി. അത് മാത്രമല്ല, ഹൈക്കോടതി വിളിച്ചപ്പം 3-4 നൈബേഴ്സ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കക്ഷി ചേർന്നു പഞ്ചായത്തിൻ്റെ കൂടെ സ്ട്രോങ് ആവാൻ. ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഒരു കക്ഷികളും ഇല്ല, ചീറ്റിപ്പോയി. ഇനി കക്ഷികളുണ്ടെങ്കിലും ഫെസിലിറ്റീസ് നോക്കാൻ കോടതി ആളെയാക്കി. ഇവിടെ വന്ന് നോക്കുമ്പോഴേക്ക് പരാതി കൊടുത്തവൻ്റെ കിച്ചണിനെക്കാട്ടി നീറ്റാണ് പട്ടിക്കൂട്. പരാതി കൊടുത്തവന്മാരെ വീട്ടിനെക്കാളും അവരെ കിച്ചണിനെക്കാട്ടിലും അവരെ ടോയ്ലറ്റിനെക്കാട്ടിലും വൃത്തിയുണ്ട് ഇവിടെ. എൻ്റെ പട്ടിക്കൂട്ടിൽ മൊത്തം ടൈൽസും സെപ്റ്റിക് ടാങ്കും പിന്നെ ട്രാപ്പും എയർ ഹോളൊക്കെ വെച്ച് നല്ല
നല്ല എയറൊക്കെ കിട്ടുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് നായിക്കൂട് ഉദ്യോഗസ്ഥന്മാരെന്നെ ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ ഓർഡർ ഉണ്ട്, എനിക്ക് എപ്പോഴാണോ വേണ്ടാന്ന് തോന്നുന്നത് അന്ന് മതിയാക്കിയാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഓർഡർ. ഇപ്പോഴും ഓർഡർ കയ്യിലുണ്ട്. ഏത് അർദ്ധരാത്രിയും 10 പട്ടിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ പൊട്ടി മുളച്ചുണ്ടാവാം എൻ്റെ വളപ്പിൽ. അതൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് തന്നെ, ഇതൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് തന്നെ. എന്നിട്ട് വേണ്ടി ചെറിയ കൊടിച്ചു പട്ടികൾക്ക് വേണ്ടിയിട്ട് കോടതി പോകാനൊന്നും ആരും നിർദ്ദേശിക്കണ്ട. ഒരുപാട് ആൾ ചോദിക്കുന്നത് നിനക്ക് തൻ്റെ ഉണ്ടെങ്കിൽ കോടതി പോയിക്കൂടെ, ഒരുത്തൻ എന്നെ ഇങ്ങനെ ആക്കിയതാ. എനക്കൊരു തൻ്റെ കുറവുമില്ല. ഈ പറഞ്ഞവൻ്റെ ഭാര്യക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ നീ പരിഹരിച്ചോ. പിന്നെ ഒരുപാട് എന്തായി എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, ഓൾ ഇന്ത്യക്ക് പുറത്ത്, ഔട്ട് ഓഫ് കൺട്രി ഒരുപാട് ആൾക്കാർ എന്നോട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും പ്രത്യേകം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു DGP. ബഹുമാനപ്പെട്ട DGPൻ്റെ എൻക്വയറി നടക്കുന്നത്. അത് ഒരു SP 10 SP അടങ്ങിയ ഒരു വിങ്ങാണ്. DGPൻ്റെ വിങ്ങാണ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നിഷ്പക്ഷവും നീതിയുക്തവും വളരെ സത്യസന്ധവുമായ ഒരു റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതിൽ അറിഞ്ഞോ അറിയാതെ വരേണ്ടി വരും. കാരണം സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഒരു പാർട്ടി വിചാരിച്ചാൽ മുക്കാൻ പറ്റുമോ, പിന്നെ പ്രതിൻ്റെ മുഖം വെളിയിൽ കൊണ്ടുവരാൻ പറ്റാണ്ട് നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രതിനെ ചോദ്യം ചെയ്യാതെ സേഫായിട്ട് വേറൊരു അടുത്ത് ഇരുത്താൻ പറ്റുമോ, അവന് ജാമ്യം കിട്ടുന്നവരെ അവനെ ഒളിപ്പിച്ചിരുത്താൻ പറ്റുമോ, അവൻ്റെ ജാമ്യത്തുക കെട്ടിവെക്കാൻ, ഇതൊക്കെ ഒരു പാർട്ടിക്കാർ വിചാരിച്ചാൽ പറ്റും. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ പോവാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ മതി. ഒരു പാർട്ടി സപ്പോർട്ട് വേണ്ട, ഒരു വ്യക്തിൻ്റെ സപ്പോർട്ട് വേണ്ട, ഒന്നും വേണ്ട. എന്നെ പോലെയുള്ള ലേഡീസിന് നീതിക്ക് വേണ്ടിയിട്ടാണല്ലോ ബഹുമാനപ്പെട്ട കോടതി. ബഹുമാനപ്പെട്ട DGP എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, ഒരു വിങ്ങിനെ ആക്കിയിട്ടുണ്ട്, റെസിപ്റ്റ് തന്നിട്ടുണ്ട്, എൻക്വയറിക്ക് വെച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. പിന്നെ കാസർഗോഡ് SPൻ്റെ അണ്ടറിൽ അന്വേഷിക്കുന്നുണ്ട്. സാർ എന്നെ കണ്ടിരുന്നു, മൊഴിയെടുത്തു. എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് റിപ്പോർട്ട് കണ്ടാൽ മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, റിപ്പോർട്ട് കണ്ടാൽ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കും. ഇനി ഞാൻ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പിന്നീട് പോകാൻ നിൽക്കില്ല. ഞാൻ പിന്നീട് ഹൈക്കോടതിയിലേക്കായിരിക്കും പോവുക. അതിൻ്റെ മേലെ എവിടെ വരെ പോണ്ടി വന്നാലും പോകും. ഞാൻ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടായാലും സുപ്രീം കോടതി വരെ പോകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ എത്തും. കാരണം നാളെ ഒരു തെമ്മാടിയും തൊഴിലെടുത്ത് ലേഡീസിനെ സെക്ഷലി അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വെച്ചിട്ട് അല്ലെങ്കിൽ പരിഹസിച്ചിട്ടൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള തെണ്ടുകൾക്ക് ഡബിൾ തെണ്ടുകൾ കൂട്ടുനിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള തെണ്ടുക്ക് മേലധികാരിൻ്റെ സപ്പോർട്ട് പാടില്ല. ഇല്ലീഗലായിട്ട് പേപ്പർ ചെയ്യാൻ പാടില്ല. ഇല്ലീഗലായിട്ട് ഒരു ലേഡീനെ പ്രതിഷേധിച്ചതിൻ്റെ മേലെയും പരാതിപ്പെട്ടതിൻ്റെ പേരിൽ എടുത്ത് പുറത്തിടാൻ പാടില്ല. ഇതൊന്നും പാടില്ല. അത് ഇതിനോടുകൂടി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ധർമ്മശാല കണ്ണൂര് മുൻ മേലാളൻ്റെ നേതൃത്വത്തിൽ നടന്ന തെമ്മാടിത്തരത്തോടുകൂടി അതങ്ങ് അവസാനിക്കണം. അവിടെ നടക്കുന്ന എല്ലാ വൃത്തികേടും 4-5 ആൾ അവരുടെ രീതിയിൽ പോരാടുന്നു, ഞാൻ എൻ്റെ രീതിയിൽ. അതായത് ഒരു 6 മാസം കൊണ്ട് 6000 മാസത്തെ തെമ്മാടിത്തരം കളിച്ചവനാണ് ഈ ആദ്യത്തെ മേലധികാരി. അവനുണ്ടാക്കിയത് അവനായിട്ട് തിരുത്തണം. നമുക്കതിലൊരു റോളൊന്നുമില്ല, അവനുണ്ടാക്കിയത്. പിന്നെ നമുക്ക് താല്പര്യമില്ലാത്ത കേസിന് നമ്മൾ പ്രതിഷേധിക്കുന്നു. ചില തൽപര കക്ഷികൾ ഇന്നും അവിടെ കുഴഞ്ഞു മറിയുന്നു. ലാബിൽ കുറേ കുഴഞ്ഞു മറിഞ്ഞ് എൻ്റെ ഭർത്താവ് മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവ് പിന്നെ കമലഹാസനാണ്, മറ്റേ രൺവീർ സിംഗാണ്, പിന്നെ ഞാൻ ഐശ്വര്യ റായിയാണ്, സ്വയം ഇങ്ങനെയൊക്കെ പുകഴ്ത്തിയവർ ഭർത്താവ് കോളേജ് ബസ്സിലേക്ക് ചന്തി പിടിച്ച് കയറ്റിയിട്ട് കോളേജിലെത്തുമ്പോൾ വേറെ ആളെ പിടിച്ച ചരിത്രമുള്ള കോൺക്രീറ്റ് ലാബിലെ കഥയെല്ലാം പറഞ്ഞ് വീഡിയോ നീട്ടാൻ പറ്റുള്ളൂ. ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ട് തരാം. ഇതുപോലെയുള്ള തെമ്മാടികൾ വാണ സ്ഥലത്ത് ആ കൾച്ചർ അല്ല നമുക്കെന്ന് കാണുമ്പോൾ എന്തിനാ ഇത്ര പുകയുന്നേ? ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിൽ നീങ്ങുന്നത്. കാരണം എനിക്ക് താല്പര്യമുള്ളവർ കോളേജിലില്ല. ഇനി ഉണ്ടെങ്കിലും അതിനൊരുത്തന്നെയും പെർമിഷനും വേണ്ട. പക്ഷെ ഞാൻ കോളേജിൽ നിന്ന് ഒന്നിനും നിൽക്കൂല. അത് കോളേജ് തെമ്മാടിത്തരത്തിനും പിന്നെ ലാബുകളിൽ പിന്നെ സെക്സിനും അല്ലെങ്കിൽ പ്രേമത്തിനും ഒന്നും ഉള്ളതല്ല.
എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലാബുകൾ. 4 മണിക്ക് ശേഷം 5:30 വരെ ലാബിലിരുന്ന് രഹസ്യമായിട്ട് പുറകിലൂടെ പോകാനുള്ളതല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ ലാബ്. ശനി ഞായറും വന്നിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോലല്ല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലാബ്. എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനം. അവിടെ ഈച്ച് ആൻഡ് എവരിത്തിങ്, അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം അവർക്ക് അവരുടേതായ നീതിയുണ്ട്, അവർക്ക് അവരുടേതായ ജോബുണ്ട്, അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഞാനൊരു പാർട്ടി ഓഫീസിലല്ല ജോലി ചെയ്യുന്നത്, ഞാനൊരു സഹകരണ സ്ഥാപനത്തിലുമല്ല ജോലി ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രശസ്തി എവിടെ എത്തണം, അവിടെയുള്ള തെമ്മാടിത്തരം എത്രത്തോളം പുറത്തേക്ക് വരണം, ഇനിയും കഥകൾ വരാനുണ്ട്. അത് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോളേജല്ലേ, ഞാനല്ല. ഞാൻ പരീക്ഷ എഴുതി ത്രൂ പ്രോപ്പർ ചാനൽ കറക്റ്റ് റൂട്ടിലേ വന്നതാണ്, ഒരൊറ്റ റൂട്ടിലെ. ആണാണെങ്കിൽ അത് അല്ലാന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നത്. എൻ്റെ പേരിൽ കേസ് കൊടുക്കുക. അതായത് തെറ്റായ വിവരങ്ങൾ ബോധിപ്പിച്ച് ജീവനക്കാരെ അധിക്ഷേപിക്കുന്നു, കോളേജിനെ അധിക്ഷേപിക്കുന്നു, പരീക്ഷ ഒന്നും എഴുതാതെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടാക്കിയ ജോലിയാണെന്ന് പറഞ്ഞ് നിങ്ങളൊരു കേസ് കൊടുക്കപ്പാ. ഞാൻ എത്ര വട്ടമായി ഇത് പറയുന്നത്? നിങ്ങളൊരു കേസ് കൊടുക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നു. എനിക്കെങ്ങനെ ജോലി കിട്ടിയെന്ന് വിവരാവകാശം വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊരു കേസ് കൊടുക്കണം. അതിൻ്റെ റിപ്ലൈ കിട്ടിയാൽ നിർബന്ധമായിട്ട്. പിന്നെ മേലാളിച്ചിനെയും ലാബ് മേലാളിനെയും തമ്മാടികളെല്ലാം കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കേസ് കൊടുക്കുക. ഞാൻ SP-ൻ്റെ വിങ്ങിന് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തമ്മാടികൾ എന്താ ചെയ്തതെന്ന്. ബഹുമാനപ്പെട്ട കാസർഗോഡ് SP-ക്ക് സാറിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാർ അതിൻ്റെ ഗൗരവത്തിൽ എടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ട് തമ്മാടിത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രതിനെ ചോദ്യം ചെയ്തത് ഞാൻ അറിയില്ല, അവൻ ജാമ്യം എടുത്തത് ഞാൻ അറിയില്ല, അവൻ്റെ ഫോട്ടോ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വെറുതെ വിട്ടില്ല. നാളെ ഇവൻ പ്രായപൂർത്തിയാവാത്ത കുട്ടീനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആദ്യം ഇരുന്ന മേലാളനാണ്. കാരണം അവൻ സെക്ഷൽ ഹരാസ്മെൻറ്റിലെ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അവൻ നാളെ അവൻ്റെ നാട്ടിൽ ഒരു പ്രായമാവാത്ത കുട്ടീനെയോ 3 വയസ്സായ കുട്ടീനെയോ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ 1-ാം പ്രതി ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറിയ താൽക്കാലികനാണ് ഉത്തരവാദി. പിന്നെ അവന് കൂട്ടം നിന്ന് ബാക്കി 2-3 ആളും. തിരുവനന്തപുരത്തനും കോഴിക്കോടിലൊരുത്തനും തന്നെയാണ്. കാരണം അവൻ ക്രിമിനലായതുകൊണ്ടാണ് സഹോദരീനെ പോലെയോ അനിയത്തീനെ പോലെയോ ചേച്ചീനെ പോലെയോ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൂടെ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ താങ്ങണ്ടേ, നമ്മൾ കൈപിടിക്കണ്ടേ, എന്താണ് വിഷമെന്ന് ചോദിക്കേണ്ട ആൾ തന്നെ ഒരാളെക്കുറിച്ച് വൃത്തികേട് എഴുതിയിട്ടിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചവരാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ ഓരോ സ്റ്റാഫും എത്രമാത്രം അധപ്പതിച്ചിട്ടുണ്ട്. ഒപ്പ് ശേഖരിച്ചവരും ഒപ്പിട്ടവരും കൂട്ടായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. എത്രയോ നല്ല മനുഷ്യന്മാർ കോളേജിലുണ്ട്, എത്രയോ നല്ല ലേഡീസും, എത്രയോ നല്ല ഓഫീസിലെ ജീവനക്കാരും, എത്രയോ നല്ല പ്രൊഫസർമാരും ഉണ്ട്. കാർഡടച്ച് വെടിവെക്കാൻ പറ്റൂല, എത്രയോ നല്ല ആൾക്കാരുണ്ട്. പിന്നെ ദാഹിച്ച വെള്ളം തരുന്ന ക്യാൻറ്റീനിലെ ജീവനക്കാരുണ്ട്, ദാഹിച്ച കുടിവെള്ളം തരുന്ന ക്യാൻറ്റീനിലെ ജീവനക്കാരെ, ഇവരോടെല്ലാം തുല്യ റെസ്പെക്റ്റാണ്. ഞങ്ങൾക്ക് ഇരിക്കാൻ എൻ്റെ ടേബിളിൻ്റെ താഴെ, എൻ്റെ ചെയറിൻ്റെ താഴെ വന്ന് അടിച്ചു വാരുന്ന അവരുമെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാക്കോ കൈക്കോ വയ്യാത്തവർ വന്നാലും ഞാൻ അവരെ കൂടെ കൂടുന്നതാണ്. അവരൊപ്പിടുമ്പോൾ അതും കൂടി ആലോചിക്കണം. ഈ ഒപ്പ് ശേഖരിക്കാൻ വന്നവരോട് തിരിച്ചൊപ്പിടാൻ പറയുമ്പോൾ അത് അവരങ്ങനെ അല്ലല്ലോ എന്ന് പറയാനുള്ള ഗഡ്സ് കാണിക്കാൻ നിങ്ങൾ ആരാണോ പ്രേരിപ്പിക്കുന്നത്, അത് നിങ്ങളെ വ്യക്തിത്വം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഞാൻ എൻ്റെ വ്യക്തിത്വം ഈ ജന്മം ഒരിടത്തും പണയം വെക്കൂല. എൻ്റെ ലക്ഷ്യം ഞാൻ കാണുകയും ചെയ്യും. ഇപ്പം എൻ്റെ ലക്ഷ്യം ഒരു 50% എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ്. സാറാണ് അത് തീരുമാനിക്കേണ്ടത്. ആ സ്വാതന്ത്ര്യവും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെതെല്ലാം കീപ്പ് ചെയ്യുന്നത് സാറിൻ്റെ മനോധർമ്മം പോലെ ഇരിക്കും. അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ ആരുമല്ല. പിന്നെ തളിപ്പറമ്പിൽ നിന്നുണ്ടായ ദുരനുഭവം കൊണ്ടും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുണ്ടായ ദുരനുഭവം കൊണ്ടും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അടുത്ത് നിന്നുണ്ടായ ദുരനുഭവം കൊണ്ടും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുന്ന 10 ദിവസം ഉണ്ടായ ദുരനുഭവം കൊണ്ട് തന്നെയാണ്
അവസാനം DGPന്റെ അടുത്ത് പോയത്. അത് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്നോട് ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ പറയുന്നത്. അടുത്തത് ഞാൻ ഹൈക്കോടതിയിൽ പോകും. ബഹുമാനപ്പെട്ട കോടതിൻ്റെ മുന്നിൽ മുഴുവൻ പ്രതികളും അതിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനടക്കം പെടുന്ന വിധത്തിൽ ഞാൻ ഹൈക്കോടതി പോകും. വളർത്തുന്ന പട്ടിക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതി പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് തെരുവ് നായനെക്കാട്ടിയും കഷ്ടമില്ല കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എവിടെ വരെ ഞാൻ പോവാൻ തയ്യാറാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ പട്ടിയും, തെരുവിലുള്ള പട്ടിയും, പശുവും, ആടും, കോഴിയും, ആനയും, നാവെടുത്തുകൂടാത്ത എല്ലാ ജീവികളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. തമ്മാടിത്തരം കളിച്ചവർക്കെതിരെ കോടതിയിൽ പോവാനോ പോലീസ് സ്റ്റേഷനിൽ പോവാനോ ഓപ്പണായിട്ട് ആ കാര്യങ്ങൾ വിളിച്ചു പറയാനൊന്നും എനിക്ക് ഒരാളെയും പേടിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട കോടതിൻ്റെ അടുത്ത് മുന്നിൽ എപ്പോഴാണോ എത്തുന്നത് അന്നായിരിക്കും ഇവരെ മാധ്യമങ്ങളും ചാനലുകാരും പബ്ലിക്കും എല്ലാം ഇവന്മാരെ കാണും. എല്ലാവർക്കും ഇവന്മാരെ കാണാനൊക്കെ ഭയങ്കര ആകാംക്ഷയുണ്ട്. എന്നോട് ചോദിക്കാറുമുണ്ട് പലരും. ഇവരൊക്കെ നിങ്ങൾക്ക് അധികം വൈകാതെ കാണാം. ഇവരൊക്കെ പത്രത്താളുകളിലും TV-യിലൊക്കെ വരുന്നൊരു സമയമുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കോടതിയിൽ എത്തിയിട്ടില്ല. കോടതിയിലെത്തിയാൽ എനിക്ക് നീതി കിട്ടും. കാരണം എൻ്റെ ഭാഗത്തിലെ എല്ലാ എവിഡൻസും ക്ലിയറാണ്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിച്ചും കൊണ്ട് ഒരു 10 ദിവസം മുന്നോട്ട് പോകും. പിന്നെ കോളേജിൻ്റെ പ്രശസ്തിയും കോളേജിൻ്റെ തെമ്മാടിത്തരും കോളേജിൻ്റെ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടും ഒരുപാട് എത്തിക്കഴിഞ്ഞു. ഇനി ഒരുപാട് പുറത്ത് വരാനുണ്ട്. കോൺക്രീറ്റ് ലാബിലെ പിന്നെ ടെസ്റ്റിംഗ് ബ്രോക്കറെ കുറിച്ച് പറയാനുണ്ട്, അല്ലാതെ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ ഉണ്ടാവും. പിന്നെ എന്നെ ഇത്രയും പുറത്ത് നിർത്തിയത് കൊണ്ട്, ഇല്ലീഗലായിട്ട് തെമ്മാടിത്തരം കളിച്ച് പുറത്ത് നിർത്തിയത് കൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയല്ലോ. ഇപ്പം എന്നെ പെട്ടെന്ന് ഇവർ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്നെ എടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ ഭാഗമായി മാറിയല്ലോ സ്ഥാപനം. ഇരിക്കുന്ന കൊമ്പ് നമുക്ക് മുറിക്കാൻ പറ്റുമോ? എന്നെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എടുക്കേണ്ടത് എൻ്റെ ആവശ്യമല്ല, തെമ്മാടിത്തരം കളിച്ച അവരുടെ ആവശ്യമാണ്. ഞാൻ പ്രോപ്പർ ചാനൽ വഴി വന്നതാണ്. എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ അരിയാഹാരം കഴിക്കുന്നവനാണെന്ന് പണ്ടേ എടുത്തു കാണും. എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ സ്ഥാനത്ത് ഇരിക്കാൻ എനിക്ക് ഒരുത്തൻ്റെ ഔദാര്യം വേണ്ട. എൻ്റെ സമരവും എൻ്റെ ആവശ്യവും എൻ്റെ അർഹതപ്പെട്ട എൻ്റെ കോളേജിൽ എൻ്റെ ചെയറിൽ എനിക്ക് ഇരിക്കാന്നുള്ളതാണ് എൻ്റെ അന്തിമമായ എൻ്റെ ആവശ്യം. അതിനായിരിക്കും ഞാൻ കോടതി പോകുന്നത്. എന്നെ ഒരു ഉളുപ്പില്ലാതെ എടുത്ത് വെളിയിലിട്ട അതേ സ്ഥാപനത്തിൽ അർഹതപ്പെട്ട ജോലിയിൽ യാതൊരുവിധ എടുത്തിടാൻ എളുപ്പമായിരുന്നല്ലോ, തിരിച്ചെടുക്കാൻ എന്താ ഇത്ര പ്രയാസം? എൻ്റെ സ്ഥാപനത്തിൽ എന്നെ ഇരുത്തിക്കിറ്റ് കാണിക്കണം നിങ്ങളെ മാന്യത. അത് തീരുമാനിക്കേണ്ടത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു വിങ് തന്നെയുണ്ട്. അത് പ്രിൻസിപ്പാൾ ആയിക്കോട്ടെ, PT ആയിക്കോട്ടെ, പിന്നെ ഇൻറ്റേർണൽ കമ്മിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ കൗൺസിൽ മീറ്റിംഗ് ആയിക്കോട്ടെ, വലിയ കൊള്ളുന്ന ആൾക്കാരില്ല കോളേജല്ലേ, അവർ തീരുമാനിക്കണം ശ്രീലതേനെ പുറത്തിരുത്തണോ അകത്തിരുത്തണോ എന്ന്. എൻ്റെതായി മാറിക്കഴിയുമ്പം എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം വെളിയിൽ നിന്നും കൊണ്ട് എനിക്ക് അവിടെയുള്ള എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാം. ഒരുപാട് സത്യങ്ങൾ ഇനിയും വരാനുണ്ട് പുറത്തേക്ക്. ഞാൻ നീതിയുക്തമായിട്ട് നേടിയ ജോലി നീതിയുക്തമായിട്ടിരിക്കാൻ എനിക്ക് അർഹതയുണ്ട്. അതല്ലേ എൻ്റെ ആവശ്യം. അതേപോലെ ക്രിമിനൽസിനെ വെളിയിൽ കൊണ്ടുവരാം. ഇത് രണ്ടും എൻ്റെ ആവശ്യം. അല്ലാണ്ട് കോളേജിനെ കരുതേക്കണം, കോളേജിനെ അപകീർത്തിപ്പെടുത്തണമെന്നില്ല. കോളേജിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും അപകീർത്തിപ്പെടുത്താനും ഉദ്ദേശമില്ല. തെമ്മാടിത്തരം ചെയ്തവർ വെളിയിൽ വരണം, അത്രമാത്രമേ ആഗ്രഹമുള്ളൂ. അവിടെ തെമ്മാടിത്തരം ചെയ്യുന്നവരും വൃത്തികേട് കാണിക്കുന്നവരെ കൂട്ടു നിൽക്കുന്നവരും കാര്യങ്ങൾ പുറത്തേക്ക് എത്രയും പെട്ടെന്ന് വരണം. അതിപ്പോൾ 2 മാസം 3 മാസം പുറത്തു നിന്നതുകൊണ്ട് കുറേ വരുത്താൻ പറ്റി. ഇനിയും സമയമുണ്ടെങ്കിൽ വരുത്തും. എൻ്റെ സ്ഥാനവും എൻ്റെ ചെയറും എൻ്റെ ജോലിയും എനിക്ക് അർഹതപ്പെട്ടത് അത് തരുന്നത് ഒരു ദിവസം മുന്നേ തരണം എന്നുള്ളതും ഓരോ ദിവസം വൈകുന്തോറും കുരുക്ക് കൂടുന്നില്ലതും മനസ്സിലാക്കേണ്ട ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ. എനിക്കാരെയും മനസ്സിലാക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ ജോലിയിലെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ കാലം പിടിക്കൂല. ജോലിയിലെടുക്കേണ്ടത് എൻ്റെ അവകാശമാണ്. എൻ്റെ അവകാശം നിഷേധിക്കുന്ന ഓരോ മണിക്കൂറിന് ഇവർ വിലയിടേണ്ടി വരും. എൻ്റെ ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന ഓരോ മണിക്കൂറിനും വിലയിടേണ്ടി വരും. അത് തീരുമാനിക്കേണ്ട വലിയ ടീമല്ലേ, നിങ്ങൾ തീരുമാനിച്ചോ?
ബാക്കി കാര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാനിവിടെ തന്നെ ഉണ്ട്, എങ്ങും പോവില്ല.